സംവിധായകൻ ജിയോ ബേബി നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ജിയോ ബേബി, ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 289 പേജുകളിൽ പറയുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ കുറിച്ചാണ്. ഈ ഒരു സന്ദർഭത്തിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒന്ന്, റിപ്പോർട്ട് പൂർണ്ണമായും വായിച്ചിട്ടില്ല. വരുന്ന വാർത്തകളിലെ ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ കാലങ്ങളായി ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അത് വീണ്ടും ഇങ്ങനെ ഒരു കമ്മീഷന്റെ മുൻപാകെ വീണ്ടും വരുമ്പോൾ അത് വളരെ ഗൗരവത്തോടെ കാണണം. സിനിമാ സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ, അല്ലാത്ത സംഘടനകൾ എല്ലാവരും അത് വളരെ ഗൗരവത്തിലെടുത്ത് ഇതിനെ ഈ പരാതി വിമുക്തമായ പ്രശ്നബാധിതമല്ലാത്ത ഒരു സിനിമാ ലോകം സൃഷ്ടിക്കാൻ എല്ലാവരുടെയും ഭാഗത്തുനിന്നും എഫേർട്ട് ഉണ്ടാവണം. ഇത്തരം മോശമായി പെരുമാറുന്ന ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് സിനിമയെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കൂട്ടായ ശ്രമം ഉണ്ടാവണം. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണം. നമുക്കൊരു പ്രശ്നം ഉണ്ട് എന്നറിഞ്ഞാലല്ലേ പരിഹരിക്കാൻ പറ്റുള്ളൂ. അതുണ്ട് എന്ന് കാലകാലങ്ങളായി വിളിച്ചു പറയുന്നു. ഇപ്പോൾ അതൊരു ഔദ്യോഗികമായി പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരങ്ങൾ കൂട്ടായി ആലോചിച്ച് കണ്ടെത്തുക തന്നെയാണ് വേണ്ടത്. ശ്രീ ജിയോബി, താങ്കളുടെ സിനിമകളൊക്കെ സ്ത്രീപക്ഷ സിനിമകളാണ്. ഇറങ്ങിയിട്ടുള്ളവയൊക്കെ എല്ലാം ഒന്നിനൊന്ന് മികച്ചതുമാണ്. ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൽ ഉണ്ടായിട്ടുണ്ട്. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുന്നു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, അതാ പറഞ്ഞത്, അങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇപ്പം അത് സിനിമയിൽ മാത്രമല്ല, സ്ത്രീകള് മുമ്പോട്ട് വരുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ ഇടപെടുന്ന മേഖലകളിലെല്ലാം ഇത്തരം പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ട്. അല്ലാതെ സിനിമയിൽ മാത്രമുള്ള ഒരു കാര്യമാണ്, സിനിമയിൽ അതുണ്ട്. അപ്പോ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിനൊക്കെ എതിരെ നടപടികളും ശക്തമായ തീരുമാനങ്ങളും ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പൊ പല എന്താ പറയാ, ഈ സിനിമ മേഖലയിലുള്ള സ്ത്രീകൾ നമ്മുടെ അടുത്തും ഇങ്ങനെ മോശം അനുഭവങ്ങളെ പറ്റി പറയാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് വേദനയോടെ കേട്ടിരിക്കുക, അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് നമ്മുടെ സിനിമകളിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ അധികം ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പോൾ സ്വാഭാവികമായോ അല്ലാതെയോ, അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി ആയോ അല്ലാതെയോ മനുഷ്യത്വ വിരുദ്ധമായതോ അല്ലെങ്കിൽ മറ്റൊരു കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് പ്രശ്നമുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വിളിച്ചു പറയാനുള്ള ഭയമാണ് പലപ്പോഴും പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെടാതിരിക്കാനുള്ള ഒരു കാരണം. അപ്പൊ ഇതിപ്പോ നമുക്ക് മുൻപാകെ എത്തിയിരിക്കുക, ഒരു ഔദ്യോഗിക രേഖയായി തന്നെ എത്തിയിരിക്കുക. അപ്പോൾ ഇതിന് മുമ്പോട്ട് നമ്മൾ വളരെ ഗൗരവമായി എടുത്ത് ഇത് പരിഹരിക്കാൻ ഉള്ള ശ്രമങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാവണം. ഇത്തരം വിളിച്ചു പറയലുകളാണ് നമ്മളെ ഇത്തരം തീരുമാനങ്ങൾ എടുക്കാനും സഹായകമായിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ അത് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ഞങ്ങൾ ഇപ്പോൾ ഒരു സംവിധാനമാണെങ്കിലും ഒരു നിർമ്മാതാവാണെങ്കിലും അല്ലെങ്കിൽ ആരാണെങ്കിലും ഞങ്ങൾ ജോലി ചെയ്യുന്ന ഇടത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് വലുതായിട്ട് മുമ്പോട്ട് പോകാനും വിളിച്ചു പറയാനുള്ള ആർജവം ഇനിയെങ്കിലും നമ്മൾ ഉണ്ടാവും. അങ്ങനെ മാത്രമേ നമുക്ക് നന്നാവാൻ സാധിക്കുള്ളൂ. ശരി, വളരെ നന്ദിയുണ്ട് ഈ നിമിഷത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.